ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കറുമുറി കുറുക്കാനായിട്ടൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഉണ്ടാക്കിയാലോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. എന്നാൽ അധികം ഓയിലൊന്നുമില്ല, അധികം ഇൻഗ്രീഡിയൻസും ഇല്ല. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം ഈ ഐറ്റം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. പാനിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് നിലക്കടലയ്ക്ക് അളവൊന്നുമില്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നിലക്കടല. പച്ച നിലക്കടല ഇട്ട് കൊടുക്കാം. ഇനി അതിനെ നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് വറുക്കാം. അപ്പോൾ ഈസി ആയിട്ട് വറുക്കാൻ പറ്റും. അപ്പോൾ ഇതാ നന്നായിട്ട് കളറൊക്കെ മാറി നിലക്കടല പൊട്ടി തുടങ്ങണം കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഇത് കണ്ടോ, കളറ് മാറി നിലക്കടലയൊക്കെ പൊട്ടി തുടങ്ങിയപ്പോൾ നമുക്ക് കുറച്ച് പൊട്ടിക്കടലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനും ക്വാണ്ടിറ്റി ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചാണ്. പൊട്ടിക്കടല ഒരു 2 മിനിറ്റ് ചൂടാക്കുമ്പോഴേക്കും തന്നെ ആവും. ഇപ്പം ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി, ഇതൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുകയേ വേണ്ടൂ, ഒരുപാട് വേണ്ട. ഇനി നമുക്കിതിനെ ഒന്ന് പാത്രം മാറ്റാം. ഇത് 10 മിനിറ്റ് കൊണ്ട് തന്നെ ഈ സാധനമൊക്കെ റെഡിയായി കിട്ടും. ഇനി ആ പാന് തുടച്ചതിന് ശേഷം അതിലേക്ക് എഗെയിൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി. എരിവ് നിങ്ങൾക്കനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേൽ ഇതൊക്കെ ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊരിയാണ് ഇട്ട് കൊടുക്കുന്നത്. പഫ്ഡ് റൈസ് എന്ന് പറയില്ലേ, അതിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ ഇട്ട് കൊടുക്കാം. ഞാൻ നല്ലോണം ഒരു 2 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നന്നായിട്ട് ഇത് കറുമുറാന്നാവണം കേട്ടോ, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് ഉപ്പും എരിവും ഒക്കെ നന്നായി പിടിക്കണം. അപ്പോൾ ഇത് സൂപ്പറായി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള കടലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ അടിപൊളി ഈവനിങ് സ്നാക്ക് റെഡി. ഇതുകൊണ്ടുള്ളൊരു ചാറ്റിൻ്റെ റെസിപ്പിയും ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. ആ റെസിപ്പിയുടെ ലിങ്കും ഞാൻ ഇതിൻ്റെ താഴെ തന്നെ കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ഇത് സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ, അധികം ഓയിലൊന്നുമില്ല. എന്നാൽ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വെറുതെ നടക്കുമ്പോഴും പിള്ളേരെല്ലാവരും കഴിച്ച് തീർക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക് യു.